ഏപ്രിൽ 13 വ്യാഴാഴ്ച 9 മണി സമയത്ത് നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് തന്ന നല്ല സമയത്തിനായി സ്തോത്രം. ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇനി നമ്മളൊരു പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. രാത്രികാലം പാട്ട് പാടുന്നത് സിസ്റ്റർ ആലീസ് കുര്യനാണ്. ആലീസ് ആന്റിയെ വളരെ സ്നേഹത്തോടെ ലൈനിലേക്ക് പാട്ട് പാടുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഒരു പഴയ പാട്ടാണ്, നമുക്ക് അറിയാവുന്നവർക്കൊക്കെ കിട്ടിയത് കൊണ്ട് കൂടെ പാടാം. ഹല്ലേലൂയ. സ്തോത്രം. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ, സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ വാഴ്ത്തിടുവീൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ വാഴ്ത്തിടുവീൻ. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവീൻ, ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവീൻ, സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവീൻ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവീൻ. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവീൻ, ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവീൻ, സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവീൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. താങ്ക് യു ആന്റി. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് രാത്രികാലം കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. യഹോവ നല്ലവൻ, ഹല്ലേലൂയ, അവന്റെ എന്നേക്കുമുള്ളതെന്ന് പാടുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ആന്റിയെയും കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ഹല്ലേലൂയ. ആരോഗ്യത്തോടെ ബലത്തോടെ സൗഖ്യത്തോടെ പിന്നെയും പ്രയർ ലൈൻ അനുഗ്രഹമാക്കി നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വചനത്തിൽ നിന്ന് കേൾക്കുവാനുള്ള സമയമാണല്ലോ. രാത്രികാലം ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസൻ ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ചർച്ചിൽ നാട്ടിൽ പാസ്റ്ററായിട്ട് ആയിരുന്ന സമയത്ത് ഞങ്ങൾ പരിചയപ്പെടുവാനും ദൈവസ്നേഹത്തിൽ ആയിരിക്കാനും കർത്താവ് സഹായിച്ചു. അവർ കുടുംബമായിട്ട് ഇപ്പോൾ ഇവിടെ വിസിറ്റിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട്. നാട്ടിലെ സഭയുടെ ശുശ്രൂഷയിലായിരിക്കുന്നു. വൈഫ് മിനി കൂടെയുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത്. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ തോമസിനെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ലൈനിലേക്ക് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം
വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യയിൽ ഒക്ലോമ പ്രയർ ലൈനിൽ കൂടെ ദൈവവചനവുമായി ആയിരിക്കാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്തതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ പ്രയർ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസി പ്രിയ ബീന സിസ്റ്റർ പറഞ്ഞതുപോലെ എൻ്റെ പേര് പാസ്റ്റർ ജോൺസൺ തോമസ്, എൻ്റെ വൈഫ് മിനി ജോൺസൺ. ഞങ്ങൾക്ക് കൃപയാൽ ഈ രാജ്യത്ത് വരുവാനും കഴിഞ്ഞ ചില ആഴ്ചകളായി വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ സിസ്റ്റർ പറഞ്ഞതുപോലെ തന്റെ മാതൃസഭയിൽ 5 വർഷക്കാലം ദൈവിക ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് കൃപ ചെയ്തു. അന്നു മുതൽ ഇന്നുവരെയും ആ ദൈവസ്നേഹത്തിൽ നിലനിൽപ്പാൻ, അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് അവസരങ്ങൾ തന്നുകൊണ്ടിരുന്നു. ഈ രാജ്യത്ത് ഞങ്ങൾ പ്രത്യേകാൽ വന്നിരിക്കുന്ന ഈ പ്രത്യേക അവസരത്തിൽ പ്രിയ കർത്തദാസിയിൽ കൂടെ ഇസ്രായേലിനെ കുറിച്ച് വീണ്ടും അറിയുവാനും ദൈവവചനം സംസാരിപ്പാൻ തക്കതായ നിലയിൽ ക്രമീകരിക്കപ്പെട്ട ഈ പ്രത്യേക അവസരത്തിൽ പ്രത്യേകാൽ പ്രിയ സിസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഈ പ്രയർ ലൈൻ അതിന് നേതൃത്വം കൊടുക്കുന്ന മറ്റ് ദൈവത്തിന്റെ ദാസിദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും കർത്തനാമത്തിലുള്ളതായ നന്ദിയും അറിയിക്കുന്നു. എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ലഭിക്കപ്പെട്ട സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കൊല്ലം ജില്ലയിൽ കുണ്ട്ര എന്ന ചെറു ഗ്രാമത്തിൽ തികഞ്ഞ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ 18-ാമത്തെ വയസ്സിൽ ഞാൻ നാട് വിട്ട് ബാംഗ്ലൂർ പട്ടണത്തിൽ കടന്നു പോവുകയും തികഞ്ഞ ഒരു ലോക മനുഷ്യനായ 2 വർഷക്കാലം അവിടെ ജീവിച്ചു. എന്നാൽ എൻ്റെ 20-ാമത്തെ വയസ്സിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി തികഞ്ഞ ഒരു മുടിയനായ പുത്രനെ പോലെ ഞാൻ മടങ്ങി എന്റെ ഭവനത്തിൽ വന്ന വേളയിൽ 1992 കോട്ടയത്തുള്ള എവരി ഹോം ക്രൂസേഡ് എന്ന സംഘടനയുടെ സന്തോഷ ജീവിതത്തിലേക്കുള്ള പാത എന്ന ചെറു പുസ്തകത്തിലൂടെ ദൈവസ്നേഹം അനുഭവിച്ചറിയുവാനും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും ദൈവമായി എൻ്റെ ഹൃദയത്തിൽ അംഗീകരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതിനെ തുടർന്ന് വളരെ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നുപോയ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിലും കർത്താവ് അവിടെയെല്ലാം അത്ഭുതകരമായി നിലനിർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കൃപയാൽ ഞങ്ങൾക്ക് കുടുംബമായി കഴിഞ്ഞ 27 പരം വർഷമായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ അത് ആയിരിക്കാനും ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിന്റെ ഒത്തിരി അനുഭവങ്ങൾ പറയുവാനുണ്ടെങ്കിൽ തന്നെയും ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശുശ്രൂഷിപ്പാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനം ശുശ്രൂഷിക്കുന്ന വേളയിൽ പരിശുദ്ധാത്മാവ് ഏതെങ്കിലും വിധത്തിൽ പറയുവാൻ പ്രേരിപ്പിച്ചാൽ ആ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ, നിങ്ങളുടെ ആത്മീയ വർധനവിന് വേണ്ടി പറയുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തുറന്നുള്ള സമയം ദൈവസന്നദ്ധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം അതിലെ 1 മുതൽ 5 വരെയുള്ളതായ വേദഭാഗം നമുക്ക് വായിച്ച് അല്പസമയം നമുക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിപ്പാനായി നമുക്ക് സമയം വേർതിരിക്കാം. 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗം. ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. കർത്താവോ വിശ്വസ്തൻ. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് നിങ്ങൾ ചെയ്യും എന്നും മേലാലും ചെയ്യുമെന്നും ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് കർത്താവിൽ ഉറച്ചിരിക്കുന്നു. കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തനീയമായ ഒരു ഭാഗമാണ് ഇവിടെ പരസ്യമായി നമുക്ക് വായിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അപ്പോസ്തലനായ പൗലോസ് ഏകദേശം AD 51 കാലഘട്ടത്തിൽ കൊരിന്തിൽ വെച്ച് തെസ്സലോനിക്ക സഭയ്ക്ക് വേണ്ടി ഈ ലേഖനം എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് ഇതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. വിശകലനം ചെയ്ത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ആത്മീയമായി ധൈര്യം പകരുന്ന ഒത്തിരി ആത്മീയ ചിന്തകൾ നമുക്ക് ഈ 2 ലേഖനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കും. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചില ചിന്തകൾ മാത്രം പറയുവാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുക. പ്രത്യേകാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതായ ഒരു കാര്യം, കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് സംബന്ധിച്ചുള്ളതായ പല കാര്യങ്ങളും ഈ ലേഖനത്തിൽ നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു മടങ്ങിവരും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് സമൂഹത്തിൽ വളരെ തെറ്റിദ്ധാരണകൾ ഉളവാക്കുന്ന നിലയിലുള്ള പഠിപ്പിക്കലുള്ള ഒരു പ്രധാന വിഷയമാണ്. ഇവിടെ നമ്മൾ തെസ്സലോനിക്ക സഭയുള്ള ബന്ധത്തിൽ ഇറങ്ങി ചിന്തിക്കുമ്പോൾ വിശേഷിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് കർത്താവായ യേശുക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കപ്പെട്ടതായ ഒരു കൂട്ടം വിശ്വാസ സമൂഹത്തെ തങ്ങളുടെ വിശ്വാസത്തെയും തങ്ങളുടെ സ്നേഹത്തെയും ആത്മീയമായ അനുഭവങ്ങളെ എങ്ങനെയൊക്കെ നിലനിർത്തിക്കൊണ്ടു പോകണം എന്ന് വളരെ ശക്തമായ നിലയിൽ പരിശുദ്ധാത്മാവിനാൽ ഓർമ്മപ്പെടുത്തുന്നതായ ഒരു ലേഖനമാണ് ഈ തെസ്സലോനിക്ക ലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ തന്നെ ഈ ഒന്നാമത്തെ ലേഖനത്തിൽ നിന്ന് നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് സംബന്ധിച്ചുള്ളതായ പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. രണ്ടാമത്തെ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും ആ വിധത്തിലുള്ളതായ ചില പ്രത്യേകമാകുന്ന ചിന്തകൾ നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. ഒന്നാം ലേഖനത്തിൽ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ചും അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ അവരിലുള്ളതായ ചില പ്രത്യേകതകൾ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 1-6 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവവചനം സ്വീകരിച്ചവരാണ്. 10 വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞവരാണ്. അതുപോലെ തന്നെ 1-ാം അധ്യായത്തിന്റെ 1-ാമുള്ളവർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. 1-9 വാക്യത്തിൽ ദൈവത്തെ സേവിക്കുന്നവരെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ 1-ാം അധ്യായത്തിൽ തന്നെ 10-ാമത്തെ വാക്യത്തിൽ ദൈവപുത്രന് വേണ്ടി കാത്തിരിക്കുന്നവരായി വിശേഷിപ്പിച്ചിട്ടുണ്ട്. 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ദൈവത്താൽ അവർ ഉപദേശിക്കപ്പെട്ടവരായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ ദൈവത്തിന് യോഗ്യമാവണ്ണം നടക്കുന്നവർ എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതായ കാര്യം, തെസ്സലോനിക്ക സഭയിലുള്ള വിശ്വാസ സമൂഹത്തിന്റെ ചില നല്ല ഗുണവിശേഷങ്ങളാണ് അവിടെയെല്ലാം നമുക്ക് പഠിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ രണ്ടാമത്തെ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വളരെ അലലിയ ആശയക്കുഴപ്പങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പശ്ചാത്തലം മനസ്സിലാക്കാൻ കഴിയുന്നു. അത് മറ്റൊന്നുമല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ 2-ാം വരവ് സംബന്ധിച്ചുള്ളതായ അതേ തെറ്റിദ്ധാരണകളാണ്. എന്ന് പറയുമ്പോൾ അവരുടെ ഇടയിൽ കടന്നു വന്നതായ ചിന്ത, കർത്താവായ യേശുക്രിസ്തു പെട്ടെന്ന് വരും, അതുകൊണ്ട് അവർ മറ്റുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യാദികളും മാറ്റിവെച്ചിട്ട്
അവരുടെ കാലഘട്ടത്തിൽ തന്നെ വരും എന്നുള്ള ആ ഒരു ചിന്തയോടെ അവര് ഹല്ലേലൂയ മറ്റുള്ളതായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ അവരുടെ തൊഴിൽ മേഖലയിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് അവർ തികഞ്ഞും അലസരായി മടിയന്മാരായി ആയിരിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് ഇവിടെ കാണാൻ തക്കവണ്ണവും കഴിയുന്നു. എന്നാൽ അവരുടെ അലസതയെ, അവരുടെ മടിയെ, അല്ലെങ്കിൽ അവരുടേതായ ജീവിതത്തിലുള്ള അല്ലെങ്കിൽ ആ അലസ മനോഭാവത്തെ അല്ലെങ്കിൽ മാറ്റിയെടുക്കണമെന്നുള്ളതായ കാര്യങ്ങൾ വളരെ ആധികാരികമായി പൗലോസ് ഈ ലേഖനത്തിൽ കൂടെ വിശേഷിപ്പിച്ചിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് സംബന്ധിച്ചുള്ളതായ കാര്യങ്ങൾ വളരെ ആധികാരികമായിട്ട് ഇവിടെ ഹല്ലേലൂയ തെസലോനിക്ക സഭയിലുള്ളതായ അതേ വിശ്വാസികൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏത് സമയം സംഭവിക്കുമെന്നുള്ള നിലയിൽ വ്യാഖ്യാനിക്കുകയും അല്ലെങ്കിൽ ആ വിധത്തിൽ പഠിപ്പിച്ച് അല്ലെങ്കിൽ ജനത്തിന്റെ ഇടയിൽ ഹല്ലേലൂയ അത് പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉളവായപ്പോൾ പലരും മടിയന്മാരായി മാറി, ജോലിക്കൊന്നും പോകാതെ ക്രിസ്തുവിന്റെ വരവും കാത്തിരിക്കുന്നവരായി മാറിയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ ആ തെറ്റിദ്ധാരണയെ മാറ്റിയെടുക്കത്തക്ക നിലയിൽ ക്രിസ്തു വളരെ വേഗം മടങ്ങി വരുമെന്ന് പ്രതീക്ഷയോടായി വളരെ ആധികാരികമായി പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ക്രിസ്തുവിന്റെ വരവെങ്കിൽ നിങ്ങൾ ഉയർക്കും, നിങ്ങൾ ജീവിച്ചിരുന്നാലും ക്രിസ്തുവിന്റെ വരവെങ്കിൽ നിങ്ങൾ രൂപാന്തരപ്പെടും. അതുകൊണ്ട് മരിച്ചുപോയാലും ജീവനോടെ ഇരുന്നാലും കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുമെന്നുള്ളതായ വളരെ ആധികാരികമായ സത്യം പൗലോസ് ഈ ലേഖനത്തിൽ കൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് പൗലോസ് അവരെ വളരെ നന്നായി ആശ്വസിപ്പിക്കുകയും അവരുടെ ആത്മീയമായ വളർച്ചയ്ക്കും ശുദ്ധീകരണത്തിനും അവരുടെ പ്രായോഗിക ജീവിതത്തിൽ അവരെ എങ്ങനെ മുന്നേറണമെന്നുള്ളതായ പല കാര്യങ്ങൾ ഒന്നാം ലേഖനത്തിൽ താൻ വിശദീകരിച്ചതിന് അനന്തരമായി കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ മടങ്ങി വരുമെന്നുള്ളതായ കാര്യം വളരെ കർക്കശമായിട്ട് താൻ ഉപദേശ സത്യമായിട്ട് തന്നെ ഹല്ലേലൂയ ഈ രണ്ടാമത്തെ ലേഖനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ രാത്രി സമയം നമ്മൾ ചിന്തിക്കണം, കാലാകാലങ്ങളിൽ ദൈവത്താൽ വിളിച്ചു വേർതിരിയപ്പെട്ടതായ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നമുക്കുള്ള വിശ്വാസവും നമ്മുടെ പ്രത്യാശയും എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു വരുമെന്നുള്ളതാണ്. എന്നാൽ അത് എപ്പോൾ സംഭവിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും നിശ്ചയമില്ല. കർത്താവിന്റെ വരവ് അതുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് ജോലിക്കൊന്നും പോകണ്ട, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഏർപ്പെടണ്ട, എപ്പോഴും ഹല്ലേലൂയ നമ്മൾ അങ്ങനെ ആയിരിക്കുക എന്നുള്ളതല്ല. ഏത് സമയം കർത്താവ് വരും എന്നുള്ളൊരു സത്യമാണ് എന്ന് കരുതി നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം വചനം വായിക്കുവാനും വചനം ധ്യാനിക്കുവാനും നമ്മൾ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും നമ്മുടെ കാര്യാദികളൊക്കെ ചെയ്യുവാനുള്ളതായ കാര്യങ്ങൾ നമ്മൾ ഒരു മടിയും കാണിക്കരുത്. തെസലോനിക്ക സഭയിലുള്ള ജനത്തെ സംബന്ധിച്ച് അങ്ങനെ അലസത വന്നപ്പോൾ പൗലോസ് അവരുടെ അലസതയെ മാറ്റുവാൻ, അവരിലുള്ള ചിന്താഗതിയെ മാറ്റുവാനാണ് ഇത്രമാത്രം ആധികാരികമായി ഈ കാര്യം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഒന്നാമത്തെ ലേഖനത്തിലും രണ്ടാമത്തെ ലേഖനത്തിലും ഈ വിധത്തിലുള്ള പല വിഷയങ്ങൾ നമുക്ക് ആധികാരികമായി ചിന്തിപ്പാനുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ലേഖനത്തിൽ പ്രത്യേകിച്ചും അവർ ഒന്നാമത്തെ അധ്യായം ഉപദ്രവങ്ങളുടെ മധ്യത്തിൽ കൂടെ കടന്നു പോകുന്ന ജനത്തെ ധൈര്യപ്പെടുത്തുന്ന ആഹ്വാനമാണ്, അല്ലെങ്കിൽ ധൈര്യപ്പെടുത്തുന്ന വാക്കുകളാണ് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നത്. രണ്ടാമത്തെ അധ്യായത്തിൽ വരുമ്പോഴും കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കർത്താവിന്റെ ദിവസത്തെ സംബന്ധിച്ചുള്ളതായ കാര്യം വളരെ വിശദീകരിച്ചു പറയുന്ന ഭാഗമാണ് രണ്ടാമത്തെ അധ്യായത്തിൽ കാണുന്നത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം മൂന്നാമത്തെ അധ്യായത്തിൽ സഭയോട് വിശ്വാസ സമൂഹത്തോടായി പ്രബോധിപ്പിക്കുന്ന പ്രബോധന വാക്കുകളും നമുക്ക് കാണാൻ കഴിയുന്നു. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വിശദമായി പറയുമ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നതായ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ പലതരമാകുന്ന ഉപദേശങ്ങൾ, പലതരമായ പഠിപ്പിക്കലുകൾ, പലതുമാകുന്ന പ്രയോഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടൊക്കെ നമ്മൾ ദൈവവചനത്തിന്റെ സത്യങ്ങൾ, ആഴങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള ദൈവീയ പരിജ്ഞാനമുള്ളവരായി മാറണം നമ്മൾ ഓരോരുത്തരും. നമ്മളാരും സാത്താന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. നമ്മളാരും
സാത്താന്റെ തന്ത്രങ്ങളിൽ ക്രിസ്തീയ ജീവിതമായി പോകരുത് നമ്മുടെ ഓരോരുത്തരുടേതും. കർത്താവ് അതിനായിട്ടല്ല നമ്മളെ വിളിച്ചത്. കർത്താവ് നമ്മെ വിളിച്ചതിന് പിന്നിൽ, കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തതിന് പിന്നിൽ ഒരു ദൈവീയ ഉദ്ദേശമുണ്ട് എന്ന് ഈ രാത്രി സമയം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ക്രിസ്തീയ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ യഥാർത്ഥമായി ദൈവഭക്തിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ കഷ്ടത കടന്നു വരാം, രോഗം കടന്നു വരാം, ജീവിതത്തിൽ പലവിധമാകുന്ന ബുദ്ധിമുട്ടുകൾ കടന്നു വരാം, പലവിധമാകുന്ന പ്രശ്ന സങ്കീർണമായ അവസ്ഥകളിൽ കൂടെ ഒക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരാം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഹല്ലേലൂയ നമുക്ക് കഷ്ടതയുടേതായ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയെങ്കിൽ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ ജീവിതത്തിൽ ആത്മീയമായി നമുക്ക് വളരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ കടന്നു വരുന്നതായ കഷ്ടതയും പ്രതികൂലങ്ങളെ ഒക്കെ അതിജീവിക്കുവാൻ വേണ്ടിയ ദൈവശക്തി, ദൈവകൃപ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്ത് നമുക്ക് പിടിച്ചു നിൽക്കുവാനും കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് യഥാർത്ഥ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയണമെങ്കിൽ, യഥാർത്ഥ അല്ലെങ്കിൽ ആത്മീയമായ ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹല്ലേലൂയ ആത്മീയമായ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ ശക്തിപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു പോരാട്ടം നടത്തണം. ആരോട്? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. എഫെസ്യ ലേഖനത്തിൽ വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗങ്ങളൊന്നും എടുത്ത് വായിപ്പിക്കുവാൻ സമയമെടുക്കുന്നില്ല. എന്നാൽ ഈ രാത്രി സമയം നമ്മൾ ഇത്രമാത്രം മനസ്സിലാക്കുക, സാത്താനുമായുള്ള ഒരു പോരാട്ടത്തിലാണ് ഓരോ എന്ന് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ സാത്താനുമായുള്ള ഹല്ലേലൂയ പോരാട്ടത്തിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സാത്താനോടും സാത്താന്യ തന്ത്രങ്ങളോടും നമുക്ക് എതിർത്തു നിൽക്കുവാൻ വേണ്ടിയതായ ശക്തി ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കണം. പ്രൈസലോ. നമ്മുടെ ദൈവം നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാ. നമ്മുടെ ദൈവം നമ്മെ സംരക്ഷിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിച്ചതായ വേദഭാഗത്ത് ഹല്ലേലൂയ അപ്പോസ്തലൻ പ്രത്യേകിച്ചും പറഞ്ഞിരിക്കുന്നതായ ഒരു കാര്യം, ഹല്ലേലൂയ അതിനു വേണ്ടിയുള്ളതായ ഒരു അനുഭവത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ എല്ലാവർക്കും ഈ വിശ്വാസമില്ല എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദൈവം നമ്മെ ശക്തീകരിക്കണമെങ്കിൽ, ദൈവം നമ്മെ സംരക്ഷിക്കണമെങ്കിൽ, ഹല്ലേലൂയ പ്രത്യാശയോടെ നിലനിൽക്കാൻ കഴിയണമെങ്കിൽ ആ അനുഭവമുള്ള ദൈവമക്കൾ യഥാർത്ഥമായി ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നവരായി മാറണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വചനത്തിൽ വായിച്ച ഒടുവിൽ, സഹോദരന്മാരെ, പോലെ വേഗം വ്യാപിച്ചു മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. കർത്താവോ വിശ്വസ്തൻ, അവൾ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം സൂക്ഷിക്കും. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പൊ സാത്താന്റെ തന്ത്രങ്ങളെ ദൈവമക്കൾ തിരിച്ചറിയണം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. ദൈവത്തിന് സ്തോത്രം. സാത്താന്യ തന്ത്രങ്ങളെ നേരിടുവാൻ, സാത്താന്യ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ നമുക്കാവശ്യം ദൈവത്തിന്റെ സർവായുധ വർഗമാണ്. അപ്പൊ ദൈവത്തിന്റെ സർവായുധ വർഗം നമ്മൾ ധരിച്ചുകൊണ്ട് സാത്താന്യ തന്ത്രങ്ങളോട് നമ്മൾ എതിർത്ത് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായൊരു ജീവിതം നയിപ്പാൻ കഴിയൂ. ജയകരമായൊരു ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിന്റെ വരങ്കിൽ എടുക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പോരാട്ടം ഒരിക്കലും ജഡരക്തങ്ങളോടല്ല, ഈ വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ ലോകത്തിന്റെ അധിപതിയായ പിശാചിനോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ദിവസങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മൾ യഥാർത്ഥമായി പ്രാർത്ഥിച്ചു മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ, യഥാർത്ഥമായ പ്രാർത്ഥനാ ജീവിതം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വിധത്തിൽ ജയകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 13-ാമത്തെ അധ്യായം
18-ാമത്തെ വാക്യം ഹല്ലേലൂയ നമുക്ക് വായിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമുക്ക് വായിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നത്. 13-ന്റെ ഹല്ലേലൂയ അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം നമുക്ക് വായിപ്പാൻ കഴിയും: ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, സകലത്തിലും നല്ലവരായി നടപ്പാൻ ഇച്ഛിക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോ അവിടെ പറഞ്ഞിരിക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ വരവിനായി നോക്കി കാത്തിരിക്കുന്ന ദൈവമക്കൾ ഒരു ജയകരമായ അവസ്ഥയിലേക്ക് എത്തപ്പെടണമെങ്കിൽ നാം ഹല്ലേലൂയ പ്രാർത്ഥിക്കണം. ആർക്കു വേണ്ടി? അല്ലെ ദൈവഭക്തൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, അല്ലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലുണ്ടാകുവാൻ, ഒരു ആത്മീയ വളർച്ചയുണ്ടാകുവാൻ നമ്മൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്. ആ വിധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. 144-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിനെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വചനം നമുക്ക് കാണാൻ കഴിയുന്നു. 144-ന്റെ 11-ാം വാക്യം: അന്യജാതിക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്ഷിക്കണമേ. അവരുടെ വായി ഭോഷ് സംസാരിക്കുന്നു, അവരുടെ വലങ്കൈ വ്യാജമുള്ള വലങ്കൈയാകുന്നു. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നതായ കാര്യം ഇതാ, അല്ലെങ്കിൽ വിടുവിച്ച് രക്ഷിക്കണമേ. അപ്പോൾ നമ്മെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അതാണ് ദൈവത്തിന്റെ ഭക്തൻ അങ്ങനെ പ്രാർത്ഥിച്ചത്, വിടുതലിനായുള്ള ഒരു പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 3-ാമത്തെ അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ അല്ലെങ്കിൽ അവിടെയും പറഞ്ഞിരിക്കുന്നത് ഇതാണ്: വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവമക്കളായിരിക്കുന്നതായ നമ്മൾ ഇത് വ്യക്തമായി മനസ്സിലാക്കണം. കർത്താവിന്റെ വരവിനായി നോക്കി കാത്തിരിക്കുന്ന നമ്മൾ അത് വ്യക്തമായി മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്ത്? അല്ലെങ്കിൽ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം, പിശാചിന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം, സാത്താന്യ തന്ത്രങ്ങളിൽ അകപ്പെടാതെ വണ്ണം ഞങ്ങളെ എന്ത് ചെയ്യണം? വിടുവിക്കണം, ഞങ്ങളെ കാത്തു സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. അതാണ് പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നതും ഇവിടെ ആഹ്വാനം ചെയ്യുന്നതുമായ കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വിധത്തിലുള്ള ഒരു അനുഭവം നമ്മളിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിന്റെ ആരംഭ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, വചനം നിങ്ങളുടെ അടുക്കലെത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടണം. പ്രൈസ്. അപ്പൊ വചനം എന്ത് ചെയ്യണം? മഹത്വപ്പെടണം. പ്രൈസലോ. 2-ാമത്തെ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഒരു ഭാഗത്ത് വചനം മഹത്വപ്പെടുവാൻ പ്രാർത്ഥിക്കണം, മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു ശത്രുവിന്റെ കയ്യിൽ നിന്ന് ഒരു വിടുതലുണ്ടാകുവാൻ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ വചനം മഹത്വപ്പെടുക എന്ന് പറയുമ്പോൾ, ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ, ഇത് എല്ലാവർക്കും ഈ ഒരു വിശ്വാസം കടന്നു വരണമെന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കൾ ഈ രാത്രി സമയം ചിന്തിക്കേണ്ടത്, വിശ്വാസികളും അല്ലെങ്കിൽ അവിശ്വാസികളും തമ്മിലുള്ള ആ വ്യത്യാസം. പ്രൈസലോ. എല്ലാവരും വിശ്വസിക്കണമെന്നില്ല, എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളുവാൻ കഴിയണമെന്നില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഈ രാത്രി സമയം കർത്താവിന്റെ വരവിനായി നോക്കി കാത്തിരിക്കുന്ന നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം വിശ്വസിക്കണം. എന്ത്? നമ്മുടെ പ്രാർത്ഥനയിലൂടെ വചനം മഹത്വപ്പെടണം. നാം പ്രാർത്ഥിക്കണം. എന്ത്? ശത്രുവിന്റെ കയ്യിൽ നിന്ന് ഒരു വിടുതലുണ്ടാകുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ ആ പ്രാർത്ഥനാ വാക്കുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ ആശയം. ദൈവത്തിന് സ്തോത്രം. എന്ത്? ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം, പ്രൈസുള്ള പരീക്ഷയിൽ അകപ്പെടാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിക്കണം എന്നുള്ള അർത്ഥം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തായിരിക്കുമ്പോൾ പ്രൈസുള്ള കർത്താവിന്റെ വരവിനായി നോക്കി കാത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വ്യക്തമായി ചിന്തിക്കേണ്ടതായ കാര്യം, കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന നമ്മൾ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ടു പോകരുത്, ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോകരുത്, പൈശാചികമായ മണ്ഡലങ്ങളിൽ നമ്മൾ കുടുങ്ങി പരാജയപ്പെട്ടു പോകരുത്. ദൈവവചനം മഹത്വപ്പെടണമെങ്കിൽ ദൈവവചനത്തിന് അനുസൃതമായുള്ള ഒരു ജീവിതത്തിനായി നമ്മൾ സമർപ്പിതരായി തീരണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ജയകരമായൊരു ജീവിതം നയിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ ഹല്ലേലൂയ, ജയിക്കുന്നവനാണ് അവകാശം ലഭിക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ചില്ല നമ്മുടെ കർത്താവ് ആരാണ്? വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ വിളിച്ച ദൈവം ആരാണ്? വിശ്വസ്തനാണ്.
വഴിയിലിട്ടേച്ചു പോകുന്ന ഒരു ദൈവമായിട്ടല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ നമ്മളെ എന്ത് ചെയ്യും? ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മളെ ഉറപ്പിക്കുന്ന ഒരു ദൈവമാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നാം സേവിക്കുന്ന ദൈവം, നാം ഹല്ലേലൂയ ആരാധിക്കുന്ന ദൈവം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ കേവലം ഹല്ലേലൂയ ഏതെങ്കിലും ഊഹാഭോഗങ്ങൾ പറയുന്ന അല്ലെങ്കിൽ കരുതുവാൻ കഴിയാത്ത, വിടുവിപ്പാൻ കഴിയാത്തൊരു ദൈവമായിട്ടല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മെ ഉറപ്പിക്കുന്ന ദൈവം, നമ്മളെ ശക്തീകരിക്കുന്ന ദൈവം, നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം തരുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ കർത്താവ് എന്താണ്? വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ വിളിച്ച ദൈവം ആരാണ്? വിശ്വസ്തനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും അവിശ്വസ്തത കടന്നു വരുമ്പോൾ, സംശയം കടന്നു വരുമ്പോൾ, തെറ്റിദ്ധാരണകൾ കടന്നു വരുമ്പോൾ, ഇന്ന് രാത്രി സമയം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയുക, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. നമ്മെ വിളിച്ചത് മറ്റാരുമല്ല, സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് 33 തിരുവയസ്സ് വരെയും ജീവിച്ച് മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനായി യാഗമായി തീർന്ന് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന താമസമിന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കടന്നു വരുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വിശ്വസ്തനാ. അതുകൊണ്ട് നമ്മെ ധൈര്യപ്പെടുത്തുന്ന, നമ്മെ ഉറപ്പിക്കുന്ന, ദുഷ്ടന്റെ കയ്യിലാക്കപ്പെടാതെ നമ്മളെ സൂക്ഷിക്കുന്ന ഈ ദൈവത്തെ, ഈ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരണം. മാത്രമല്ല, അങ്ങനെയുള്ള ഒരു വ്യക്തി ജീവിതത്തെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ഈ 3-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ആ ദൈവം വിശ്വസ്തനായിരിക്കുമ്പോൾ ഒരു വിശ്വാസിയെ ഉറപ്പിക്കുവാൻ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ നിങ്ങളെ ഉറപ്പിച്ച് എന്ന് പറയുമ്പോൾ, ഇന്ന് രാത്രിയിൽ ശബ്ദം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതികൂല പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലും നമ്മൾ അധൈര്യപ്പെട്ടു പോകാതെ നമ്മെ ഉറപ്പിക്കുന്ന ദൈവം. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ അതല്ലേ വിശ്വസ്തനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ഉറപ്പിക്കുവാൻ അവൻ വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതായ മറ്റൊരു കാര്യമുണ്ട്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവം എന്ന് അടുത്ത പദത്തിൽ പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മെ സൂക്ഷിക്കുന്ന ദൈവം, നമ്മളെ കരുതുന്ന ദൈവം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മളെ ഉറപ്പിക്കുന്ന ദൈവം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മൾ അബ്രഹാം തന്റെ ഏകജാതനായ മകനെ യാഗമർപ്പിക്കുവാൻ ദൈവം കൽപ്പിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ തന്റെ മകനെ യാഗമായി അർപ്പിക്കുവാൻ കടന്നുപോയ അബ്രഹാമിന് വേണ്ടി ഇസ്ഹാക്കിന് പകരം ഒരു ആട്ടുകൊറ്റനെ ഒരുക്കിയ ദൈവമാ നമ്മുടെ ദൈവം. തക്ക സമയത്ത് കരുതിയ ദൈവമാ. അതുകൊണ്ട് ദൈവത്തിന് വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം, ദൈവം തക്ക സമയത്ത് കരുതുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ രാത്രി സമയം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വിഷയങ്ങളിൽ ഭാരത്തോടെ വേദനയോടെ നമ്മൾ കടന്നു പോകുന്നുവെങ്കിൽ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ആരാധിക്കുന്ന ദൈവമക്കളെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ദൈവജനമെങ്കിൽ, ദൈവവചന വ്യവസ്ഥ പ്രകാരം നമ്മൾ നിൽക്കുന്നവരെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ നാം ചഞ്ചലപ്പെട്ടു പോകേണ്ട കാര്യമില്ല. നമ്മെ ഉറപ്പിക്കുവാൻ നമ്മുടെ വിളിച്ച ദൈവം വിശ്വസ്തനാ. നമ്മെ സൂക്ഷിക്കുവാൻ നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാ. നമ്മെ കരുതുവാൻ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മെ ശുദ്ധീകരിപ്പാൻ അവൻ വിശ്വസ്തനാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ മേലുള്ള ദൈവീയ വാഗ്ദത്തങ്ങളെ നിറവേറ്റുവാൻ അവൻ വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി സമയം ദൈവജനം ഓർക്കണം, നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി സമയം വിശ്വസിക്കണം, നമ്മുടെ മേലുള്ള വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മെ വിളിച്ച ദൈവത്തിന്റെ സന്നദ്ധിയിൽ നാം ആയിരിക്കുമ്പോൾ, ഇവിടെ 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഞങ്ങൾ ആജ്ഞാപിക്കാൻ നിങ്ങൾ ചെയ്യുന്നു എന്നും മേലാലും ചെയ്യുമെന്നും ഞങ്ങൾ നിങ്ങളെ കുറിച്ച് കർത്താവിൽ ഉറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
കർത്താവിൽ ഉറച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിലുള്ള ആ ഉറപ്പ്, വിശ്വാസം എത്രമാത്രം ആഴം നിറഞ്ഞതാ. ഈ രാത്രി സമയം ഓർക്കുക, എത്ര പേർക്ക് ഈ ഉറപ്പുണ്ട്, എത്ര പേർക്ക് ഈ ഒരു വിശ്വാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിലുള്ള ആഴമേറിയ വിശ്വാസം എത്ര പേർക്കുണ്ട്? എന്റെ ദൈവം എന്നെ ഉറപ്പിക്കുമെന്ന്, എന്റെ ദൈവം എന്നെ സൂക്ഷിക്കുമെന്ന്, എന്റെ ദൈവം എന്നെ കരുതുമെന്ന്, എന്റെ ദൈവം എന്നെ ശുദ്ധീകരിക്കുമെന്ന്, എന്റെ കർത്താവ് എന്നോടുള്ള വാഗ്ദത്തങ്ങൾ നിറവേറ്റുമെന്ന് ഈ രാത്രി സമയം എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, അബ്രഹാമിന്റെ ജീവിതത്തിൽ ലോകം വിധി എഴുതി, അവന്റെ സമയം കഴിഞ്ഞുപോയി, വാർദ്ധക്യമായി, അവളുടെ ഗർഭപാത്രം നിർജീവിതമായി, ഇനി യാതൊരു വിധത്തിലും ദൈവപ്രവൃത്തി നടക്കുകയില്ല എന്ന് ലോകം വിധി എഴുതി. പക്ഷെ ദൈവമാണ് പറഞ്ഞത് വാഗ്ദത്തം. അതുകൊണ്ട് അബ്രഹാം എന്ത് ചെയ്തില്ല? അവിശ്വസിച്ചില്ല, സംശയിച്ചില്ല. ലോകം വിധി എഴുതി ഇനി ഒരു നടപ്പുണ്ടാകത്തില്ല എന്ന്, ഒരു പ്രവൃത്തി ഉണ്ടാകത്തില്ല എന്ന് ലോകം വിധി എഴുതിയപ്പോൾ സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന് സമയം ഒരു വിഷയമല്ലായിരുന്നു. ദൈവത്തിന് അബ്രഹാമിന്റെ വാർദ്ധക്യമോ സാറയുടെ വാർദ്ധക്യമോ അല്ലെങ്കിൽ സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവമോ ദൈവത്തിനൊരു വിഷയമല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം തക്ക സമയത്ത് ആ വാഗ്ദത്തം അവിടെ നിറവേറ്റുവാൻ ഇടയായി. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരൻ, ദൈവം നിങ്ങളോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ കുടുംബത്തോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ തലമുറയോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം സഭയോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ദൈവമാണ് പറഞ്ഞതെങ്കിൽ അത് നിറവേറ്റുവാൻ ദൈവം വിശ്വസ്തനാ. സമയം അല്പം മുന്നോട്ട് പോയെന്ന് വരാം, കാലം കഴിഞ്ഞെന്ന് വരാം, ഒരുപക്ഷെ മറ്റുള്ളവർ നോക്കി ഹല്ലേലൂയ പലതും ഹല്ലേലൂയ പറഞ്ഞെന്ന് വരാം. ഈ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചത് കൊണ്ട് നിനക്ക് എന്താ പ്രയോജനം ഉണ്ടായത്, നിന്റെ കുടുംബത്തിന് എന്താ ഗുണമുണ്ടായത് എന്ന് മറ്റുള്ളവർ ഒരുപക്ഷെ വിധിച്ചെന്ന് വരാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ചു പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ പോലും ലജ്ജിപ്പിച്ചു കളയുന്ന ദൈവമല്ല നാം സേവിക്കുന്ന ദൈവം. അത് യഹൂദനായാലും യഹൂദനായാലും അല്ലെങ്കിൽ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ പറഞ്ഞ വാഗ്ദത്തത്തെ ദൈവം നിറവേറ്റിയെങ്കിൽ ഈ രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം ഒന്നുപോലും പ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല. യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവൻ വിചാരിച്ചതുപോലെ അത് സംഭവിക്കും, അവൻ നിർണയിച്ചതുപോലെ അത് സംഭവിക്കും. അതിനെ തടസ്സപ്പെടുത്താൻ, അതിനെ ദുർബലമാക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ രാത്രി ശബ്ദം ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തം ഹല്ലേലൂയ അതിനെ ദുർബലമാക്കുവാൻ, അതിനെ തടസ്സപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതമെങ്കിൽ 2021 ഒരുപക്ഷെ മറുപടി ലഭിക്കാത്ത വിഷയമാകാം, 2022 മറുപടി ലഭിക്കാത്ത വിഷയമാകാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, 2022 ലഭിക്കാത്ത വിഷയങ്ങളുടെ മറുപടി 2023 തരാൻ ദൈവം വിശ്വസ്തനാ. നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ അവിശ്വാസം മാറണം, നമ്മുടെ സംശയം മാറണം, നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാകണം. വാക്ക് പറഞ്ഞത് മനുഷ്യനല്ല, ഒരു സഭാ നേതാവല്ല, രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരാരുമല്ല, ആകാശത്തെയും ഭൂമിയെയും സകല ചരാചരങ്ങളും നിർമ്മിച്ച സർവശക്തനും സർവജ്ഞാനി സർവവ്യാപിയുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് നമ്മോട് അരുളി ചെയ്തതെങ്കിൽ ഈ രാത്രി ഞാൻ ആവർത്തിച്ച് പറയുക, ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒന്ന് വിചാരിച്ചിട്ടുണ്ട്, ഒന്ന് നിർണയിച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതിനെ ദുർബലമാക്കുവാൻ, അതിനെ ഇല്ലാതാക്കാൻ ആരെ കൊണ്ടും സാധിക്കത്തില്ല. നമ്മൾ ഒന്ന് മാത്രം ചെയ്താൽ മതി, ദൈവവചന വ്യവസ്ഥ പ്രകാരം നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ ഉടനീളം ചിന്തിക്കുമ്പോൾ ദൈവീയമായ വാഗ്ദത്ത പ്രകാരം ദൈവം നിറവേറ്റിയ പല സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വാക്കുകൾ നിർത്താം. നമുക്കറിയാം, ഒരു ഭൂതസ്ഥനായ മനുഷ്യനെ ശിഷ്യന്മാർക്ക് സൗഖ്യം കൊടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവരുള്ള അവിശ്വാസത്തെ, സംശയത്തെ കർത്താവ് ശാസിച്ചു, ചോദിച്ചു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? പക്ഷേ
യേശു കർത്താവ് അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ അവിശ്വാസം നിമിത്തമത്രേ എന്ന. പ്രൈസലോ, ഇന്ന് രാത്രിയിൽ എനിക്കും ഇതിനുള്ള ബന്ധത്തിൽ പറയുവാനുള്ളത്, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ സംശയമാണ്, നമ്മുടെ അവിശ്വാസമാണ്. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ, ദേവാലയ കർമ്മങ്ങൾ വളരെ വിശ്വസ്തയോടെ ചെയ്തു വന്നതായ സക്കറിയാവ് തന്റെ കുടുംബ സമയത്തിന് അവരുടെ പശ്ചാത്തലം നമുക്കറിയാം. നല്ല വാർദ്ധക്യമായി അവർ നിഷ്കളങ്കതയോടെ ദൈവത്തെ സേവിച്ച് ആലയത്തിൽ ധൂപം കാട്ടി അവര് പ്രാർത്ഥന കഴിച്ച് മുന്നോട്ട് വന്ന ഒരു കുടുംബമാണ്. പക്ഷെ അവർക്ക് തലമുറയില്ല. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നിനക്ക് ഒരു പുത്രൻ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ സക്കറിയാവിന് അത് വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുവാൻ ഒരു പക്ഷെ കഴിഞ്ഞില്ലായിരുന്നിരിക്കാം. അത് കാരണത്താൽ ആയിരിക്കാം ഒരു പക്ഷേ താൻ ഊമനായി മാറിയത്. എങ്ങനെ എന്നാലും നമുക്ക് അവിടെയും കാണാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ അനുഭവമാണ്. പ്രൈസലോ, നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. നമ്മൾ കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ തന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശു തന്നോടൊപ്പം നടന്നതായി ശിഷ്യഗണങ്ങളെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഹല്ലേലൂയ ക്രൂശ് മരണം വഹിക്കുമെന്നും മരിക്കുമെന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഇത്യാദി കാര്യങ്ങളൊക്കെ വളരെ ആധികാരികമായി പറഞ്ഞു. പക്ഷെ അതുപോലെ സംഭവിച്ചു, യേശു മരിച്ചു. പക്ഷെ യേശു മരിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള കാര്യം ഹല്ലേലൂയ ശിഷ്യന്മാർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. യേശുവിന്റെ ഹല്ലേലൂയ അതേ ശിഷ്യഗണങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് യേശു ഇത് കാര്യം വെളിപ്പെടുത്തിയപ്പോഴും അവിടെ ഹൃദയത്തിൽ സംശയമാണ്. പക്ഷെ അവരുടെ ഹൃദയത്തിലുള്ള ആ വിശ്വാസത്തെ, സംശയത്തെ ഹല്ലേലൂയ ശാസിക്കുവാനിടയായി. അവരുടെ അവിശ്വാസം വിട്ടുമാറിയപ്പോഴാ കർത്താവ് അവർക്ക് അധികാരം കൊടുത്തത്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അവിശ്വാസമുള്ളത്തോളം നമുക്കത് ഏറ്റെടുക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞെങ്കിൽ അത് അതുപോലെ നമ്മൾ വിശ്വസിക്കണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് വീണ്ടും വരുമെന്ന് പറഞ്ഞാൽ, അന്നാളിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുമെന്ന് പറഞ്ഞാൽ, അന്നാളിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവർ രൂപാന്തരപ്പെടുമെന്ന് പറഞ്ഞാൽ, നമ്മൾ അത് അവിശ്വസിക്കുകയല്ല, നമ്മളത് സംശയിക്കുകയല്ല, നമ്മളത് തികച്ചും നമ്മൾ വിശ്വസിക്കണം. പ്രൈസലോ, അതുകൊണ്ട് നമ്മുടേതായ ഹൃദയത്തിൽ അവിശ്വാസത്തിന്റെ അനുഭവങ്ങൾ വിട്ടുകളയണം, സംശയത്തിന്റെ അനുഭവങ്ങൾ വിട്ടുകളയണം. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസത്തിൽ മുന്നോട്ട് പോകണം. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ തിരുവചന അടിസ്ഥാന കഷ്ടതയുടെയും ബുദ്ധിമുട്ടിന്റെയും ഉപദ്രവത്തിന്റെയും വീഴ്ചയുടെയും സാഹചര്യങ്ങളിലൊക്കെ കടന്നുപോയി. പക്ഷെ ആ സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ അതേ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നുവെങ്കിലും ഇടങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം സഹിക്കുന്നുവെങ്കിലും ഹല്ലേലൂയ ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. കാരണം എന്താ? പൗലോസ് പറയുന്നത് ദൈവശക്തി അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ഇത് ദൈവത്തിക്കുന്ന ദൈവമക്കളോട് രാത്രി ഞാൻ പറയട്ടെ, എന്നിലും നിങ്ങളിലും ഒരു ദൈവശക്തി ഉണ്ടെങ്കിൽ, പ്രൈസലോ, എന്നിലും നിങ്ങളിലും ഒരു ദൈവകൃപയുണ്ടെങ്കിൽ, എന്നിലും നിങ്ങളിലും ദൈവീയമായ വിശ്വാസത്തിന്റെ ആഴമുണ്ടെങ്കിൽ, പ്രൈസലോ, നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ രാത്രി സമയം ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കും, കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. പ്രൈസലോ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ആവിശ്വാസവും എല്ലാ സംശയ വിചാരങ്ങളും വിട്ടുകളഞ്ഞിട്ട് ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും നമുക്ക് തിരിഞ്ഞു വരാം, നമുക്ക് അടുത്തു വരാം. നമ്മുടെ കർത്താവ് വരും, താമസമില്ല. ലോക സംഭവങ്ങൾ അത് നമ്മെ വിളിച്ചറിയിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം കുറയരുത്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കുറയരുത്, നമ്മുടെ സ്നേഹം കുറയരുത്, നമ്മുടെ സഹിഷ്ണുത നഷ്ടപ്പെട്ടു പോകരുത്.
നമ്മൾ ഹല്ലേലൂയ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവിലുള്ള പ്രത്യാശയോടെ ആയിരിക്കാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. പ്രൈസലോ. അതുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹം, ഹല്ലേലൂയ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ സഹിഷ്ണുത നമ്മളിൽ ഉണ്ടാകണം. പ്രൈസലോ. ഒരു കൃഷിക്കാരൻ തന്നെ കൃഷി ചെയ്ത് അതിന് ഫലത്തിനായി കാത്തിരിക്കുന്നത് പോലെ നമുക്ക് ദിവസങ്ങളിൽ കർത്താവിന്റെ വരവിനായി സഹിഷ്ണുതയോടെ കാത്തിരിക്കുവാൻ കഴിയട്ടെ. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം പരാജയപ്പെട്ടു പോകാതിരിപ്പാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം എന്നെ സൂക്ഷിക്കണം, ഞങ്ങളെ സൂക്ഷിക്കണം. കർത്താവേ, അങ്ങയുടെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ഞങ്ങൾക്ക് ഒരു നിത്യത പ്രാപിപ്പാൻ ഇടയാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ശക്തീകരിപ്പാനും, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ സംരക്ഷിപ്പാനും, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ പ്രിയപ്പെട്ടവരെ, എന്ത് കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വന്നാലും, എന്ത് ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നാലും, എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും, ലോക സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നത് കർത്താവിന്റെ വരവ് താമസമില്ല. തെസ്സലോനിക്ക സഭയിലുള്ള വിശ്വാസ സമൂഹം അവർ ദൈവീയമായ കാര്യങ്ങളിൽ വളരെ ശുഷ്കാന്തിയോടെ നിന്ന ഒരു കൂട്ടരാണ്. അവർ ദൈവവചനം യഥാർത്ഥമായി കൈക്കൊണ്ട് ദൈവവചനം ദൈവീയമായ ഉപദേശങ്ങൾ കൈക്കൊണ്ട് നിലനിന്നവരാ. എങ്കിലും അവരിൽ ചിലർ മടിയന്മാരായി, അവിശ്വാസമുള്ളവരായി കർത്താവിന്റെ വചനത്തെ, കർത്താവിന്റെ ഉപദേശത്തെ വേണ്ട പോലെ ഗ്രഹിക്കുവാൻ കഴിയാതെ മുന്നോട്ട് പോയി. എങ്കിലും പൗലോസ് അവരെ സ്നേഹിച്ചുകൊണ്ട് അവരോട് ശക്തമായ ഭാഷയിൽ അവരുടെ ആത്മീയ വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇടിവിൽ നിൽക്കുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത അനുഭവം. രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ അതേ സംശയിക്കുന്നുവെങ്കിൽ, അവിശ്വസിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ അവിശ്വാസം മാറ്റി നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം വരുത്തി എന്റെ ദൈവം എന്നെ വിളിച്ചുവെങ്കിൽ, എന്നെ തെരഞ്ഞെടുത്തെങ്കിൽ എന്റെ ദൈവം എന്റെ ആവശ്യങ്ങളുടെ മധ്യേ പ്രവർത്തിപ്പാൻ വിശ്വസ്തനെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നദ്ധിയിൽ നമ്മെ തന്നെ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. ഒരു നിമിഷ നേരം കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പാകെ ഒന്ന് സമർപ്പിച്ചാട്ടെ. ഈ രാത്രി സമയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്ഷണികമായി നമ്മുടെ കാലഘട്ടം നഷ്ടപ്പെടുത്തി കളയാനല്ല, നഷ്ടപ്പെട്ടു പോകുവാനുമല്ല. നമ്മുടെ ജീവിതം ക്ഷണികമാണെങ്കിലും മരണത്തിനപ്പുറം നമുക്കൊരു ജീവിതമുണ്ട്, മരണത്തിനപ്പുറം നമുക്കൊരു നിത്യതയുണ്ട്. ഇന്ന് കാണപ്പെടുന്നതെല്ലാം താൽക്കാലികമാണ്, എന്നാൽ കാണപ്പെടാത്ത ഒരു നിത്യത നമുക്കുണ്ട്. മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്നും ജീവിക്കുന്നു. പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. താമസമിന കർത്താവ് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരും. പ്രിയ ദൈവവൈതലേ, ആ വരവെങ്കിൽ നാം തള്ളപ്പെട്ടു പോകരുത്. ആ വരവെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർക്കൊരു ഉയർപ്പുണ്ട്, ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്കൊരു രൂപാന്തരമുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കും നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമാക്കുവാൻ ഇടയാകണം. നമുക്ക് ആ നിത്യതയിൽ ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശം, നല്ലൊരു പ്രതിഫലം പ്രാപിപ്പാൻ ഇടയാകണം. അതിനായി നമുക്ക് സമർപ്പിക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ശബ്ദം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചടിയൻ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ നാളുകളിൽ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം പരാജയപ്പെട്ടു പോകുവാനല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാൻ വേണ്ടിയ ദൈവശക്തി, ദൈവകൃപ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും പകരണമേ. ഞങ്ങളല്ലോ
കർത്താവേ, ഞങ്ങളെ സൂക്ഷിക്കണമേ, ഞങ്ങളുടെ മേൽ ശക്തി പകരണമേ, ഞങ്ങളുടെ മേലുള്ള ദൈവകൃപ പകരണമേ. ഞങ്ങൾ ഈ നാളുകളിൽ ദൈവസ്നേഹത്തിൽ കർത്താവെ ഞങ്ങൾ സഹിഷ്ണുതയോടെ അങ്ങയുടെ വരവ് കാത്തിരിക്കുവാൻ, അങ്ങയുടെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ, നിത്യതയിൽ നിത്യമാകുന്ന പ്രതിഫലം പ്രാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയങ്ങളുടെ നടുവിൽ ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവെ, അടിയൻ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ അതിവേഗമോടുന്ന വചനത്തിന്റെ ശക്തി അയച്ച് അവർക്ക് സൗഖ്യം കൊടുക്കണമേ, അവരെ വിടുവിക്കണമേ, അനുഗ്രഹിക്കണമേ. വ്യക്തികളുടെ, കുടുംബങ്ങളുടെ, തലമുറയുടെ വിഷയങ്ങൾക്കൊക്കെ സ്വർഗത്തിലെ ദൈവം പരിഹാരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗമേ, അങ്ങനെ ചെയ്തിരിക്കുക സ്തോത്രം, വിടുതൽ കൽപ്പിച്ചിരിക്കുക സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു, മാനമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പുഷിപ്പാൻ അവസരമൊരുക്കി തന്ന ഒക്ലോമ പ്രയർ ലൈനിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശിഷിയാൽ പ്രിയ ബേനു സിസ്റ്ററോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കുക. ഈ രാജ്യത്ത് അതെ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ശുശ്രൂഷകളെയും ദൈവം ആദരിപ്പാൻ ഞങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു.